ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആശയപരമായി യോജിക്കുന്നവരെ ഉൾപ്പെടുത്തി UDF അടിത്തറ വർദ്ധിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. നന്മയുള്ള ലോകത്തിനായി ഒരുമിച്ച് മുന്നേറണമെന്ന് ഫലസ്തീൻ അംബാസഡർ അബ്ദുള്ള മുഹമ്മദ് അബു ഷാവേഷ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ഇമാക്കോൺ 25 ദേശീയ സെമിനാർ 17-നും 18-നും കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നന്മയുള്ള ലോകത്തിനായി ഒരുമിച്ച് മുന്നേറണമെന്ന് ഫലസ്തീൻ അംബാസഡർ അബ്ദുള്ള മുഹമ്മദ് അബു ഷാവേഷ് ഫേസ് വേൾഡ് ലീഡർഷിപ്പ് സ്കൂൾ സംഘടിപ്പിച്ച പ്രമേയ ചർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫേസ് വേൾഡ് ലീഡർഷിപ്പ് സ്കൂൾ സംഘടിപ്പിക്കുന്ന ഫേസ് എക്സ് ടോക്ക് ഷോയുടെ ഭാഗമായി കോഴിക്കോട്ട് പ്രമേയ ചർച്ച നടത്തി. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന ഫേസ് എക്സ് ടോക്ക് ഷോ സംസ്ഥാന, ദേശീയ, രാജ്യാന്തര തലങ്ങളിലായി നടക്കും. ടോക്ക് ഷോയുടെ സംസ്ഥാനതല മത്സരം ഡിസംബർ 23, 24 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ സംഘടിപ്പിക്കും. ഫലസ്തീൻ അംബാസഡർ അബ്ദുള്ള മുഹമ്മദ് അബു ഷാവേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നന്മയുള്ള ലോകത്തിനു വേണ്ടി ഒരുമിച്ച് മുന്നേറണമെന്ന് അദ്ദേഹം പറഞ്ഞു. You to be a man, she to be a woman, me to be a Palestinian, he to be an Indian, we to be a Muslims, he to be a Hinduzi, she to be a Jewish, and he to be Christian. Diversity. Without diversity, Al-Kawn, the entire galaxy itself will not be balanced. So that since our God, Alhamdulillah, choose to us this diversity, we should accept it at large, and we should believe of the others, and of course should be believe and proud of our religion, nationality and our sex. ഫേസ് എക്സ് ടോക്ക് ഷോ സംഘാടക സമിതി ചെയർമാൻ കാരാടൻ സുലൈമാൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. കമാൽ വരദൂർ, മുസ്തഫ P. എറക്കൽ, TK ജോഷി, BK സുഹൈൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. പ്രൊഫസർ ഇമ്പിച്ചിക്കോയ മോഡറേറ്ററായിരുന്നു. ഫേസ് ഫൗണ്ടേഷൻ ചെയർമാൻ സൈൻ ബാഫക്കി തങ്ങൾ, ജനറൽ സെക്രട്ടറി E. യാക്കൂബ് ഫൈസി, സൈനുൽ ആബിദീൻ ജിലാനി തങ്ങൾ, ഡോക്ടർ അമീൻ മുഹമ്മദ് സഖാഫി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആശയപരമായി യോജിക്കുന്നവരെ ഉൾപ്പെടുത്തി UDF അടിത്തറ വർദ്ധിപ്പിക്കണമെന്നും UDF വിപുലീകരിക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. LDF-ലെ അസംതൃപ്തർ UDF-ലേക്ക് എത്തുമെന്ന് കരുതുന്നുണ്ടെന്നും തങ്ങൾ പറഞ്ഞു. UDF-ന്റെ അടിത്തറ ഭദ്രമാക്കുക എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ UDF-ലെ ഘടകകക്ഷികളും കോൺഗ്രസ് അടക്കമുള്ള ലീഗൊക്കെ കക്ഷികളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലബാറിലും ഒരേപോലെ ജനങ്ങൾ UDF-നോടൊപ്പം നിന്നിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഒന്നുകൂടി UDF-ന്റെ നില ഭദ്രമാക്കുകയും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ മറ്റ് ഘടകകക്ഷികളെ കൂടി കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? മറ്റു ആരുടെയും അടിത്തറ വിപുലമാക്കാൻ? അതെ, അടിത്തറ വിപുലമാക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തോട് അതൃപ്തിയുള്ള പാർട്ടികളൊക്കെ കേരളത്തിലുണ്ട്, ഇടതു മുന്നണിയിൽ തന്നെ. അവരിൽ പലരും ഞങ്ങളോട് സമാപന ചിന്താഗതിയുള്ള ആളുകൾ, പാർട്ടികൾ, അവരൊക്കെ തന്നെ UDF-ലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. അത് യഥാർത്ഥത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമാണോ അതോ UDF-നോടുള്ള പ്രതീക്ഷയാണോ? എന്താണ് ശരിക്കും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചത്?
ഇത് രണ്ടും വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായിട്ടുള്ള വികാരങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് പ്രതിഫലിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അതല്ല, പൊളിറ്റിക്കലായിട്ടുള്ള വോട്ടുകൾ തന്നെയാണ് ഇത്തവണ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ജനങ്ങളൊക്കെ വളരെ രാഷ്ട്രീയ പ്രബുദ്ധത കൈവരിച്ചു. അത് അവർ വ്യക്തമാക്കുകയും ചെയ്തു. അവരൊക്കെ കേരളത്തിൻ്റെ ഭാവിയിൽ പ്രതീക്ഷയുള്ളവർ, പ്രത്യേകിച്ച് പുതിയ തലമുറ, അവരാണ് UDF കൂടുതൽ വോട്ട് ചെയ്തതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീ സമൂഹവും മൊത്തത്തിൽ വിശ്വാസി സമൂഹം ഒന്നടങ്കം UDF ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ UDF തന്നെ അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വലിയ പ്രതീക്ഷകൾക്കും അപ്പുറത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയമെന്നും ഇത് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയാണെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. BJPക്ക് മുന്നേറ്റം ഇല്ലെന്നും LDF ഭരണം മോശമായതിനാലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിച്ചതെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അതെ, അത് അവര് ആലോചിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ന്യൂനപക്ഷ അതുപോലെ തന്നെ ഇപ്പോ പോയ ഇലക്ഷനിൽ ഭൂരിപക്ഷ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാർഡ് മാറി മാറി കളിക്കുന്നത് കളി ലൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് ഇനി അവരാണ് ചിന്തിക്കേണ്ടത്. കാർഡ് മാറി മാറി കളിക്കാണ്. ഓർമ്മ ഉണ്ടല്ലോ, അടുത്ത് തന്നെ ന്യൂനപക്ഷ കാർഡായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, അതും ലൂസ് ചെയ്തു. ഇപ്പൊ ഭൂരിപക്ഷ കാർഡായിരുന്നു, അതും ലൂസ് ചെയ്തു. ഇങ്ങനത്തെ എക്സ്ട്രീം സ്റ്റെപ്സ് ഒന്നും കേരളം അംഗീകരിക്കൂല. കേരളത്തിൽ ആ കാർഡ് കളി അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ എന്നും ഒരേ സ്റ്റാൻഡ് എടുക്കുന്നവർ. ഞങ്ങളത്ര തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞല്ലോ, ഞങ്ങൾ മതേതര സ്റ്റാൻഡ് എടുത്തേ മുമ്പ്. ഞങ്ങൾ ഈ കാർഡ് കളിയിൽ ഞങ്ങളില്ല. BJPക്ക് ആ പറയുന്ന മുന്നേറ്റം കേരളത്തിൽ ഇല്ലല്ലോ. ഇപ്പൊ തൃശ്ശൂർ ലോക്സഭാ സീറ്റ് ജയിച്ചു. ഇവിടെ തങ്ങൾ പറഞ്ഞ അസംബ്ലി സീറ്റിന്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരൊറ്റ അസംബ്ലി സീറ്റ് അവർ ലീഡ് ചെയ്യുന്നില്ല. BJPക്ക് ആ പറയുന്ന മുന്നേറ്റം ഇല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFന്റെ വേസ്റ്റ് ഭരണം, അതിനുള്ള ഒരു പ്രതികരണം ഉണ്ടായി. അവിടെ BJP അടിത്തറയുള്ള ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് അവർ മുൻതൂക്കം പോയി. കോഴിക്കോട് അങ്ങനെ തന്നെയല്ലേ. കോഴിക്കോട് വേസ്റ്റ് ഭരണത്തിനെതിരായി കഷ്ടിച്ച് രക്ഷപ്പെട്ടതല്ലേ. ഇവിടെ UDFനാണ് ശരിക്കും ഭൂരിപക്ഷം കോഴിക്കോട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. Surprise! Happy birthday! Friends and party time, flavors and party time. Friends and party time, flavors and party time. A party party. A party party now, ice cream party time. Just come in, taste it, you love it. Milma ice cream, friends and nothing flavors. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. SNES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായി ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. ഡിസംബർ 17-18 തീയതികളിൽ ഇംസാർ കുന്നമംഗലം ക്യാമ്പസിലും കോഴിക്കോട്ടുമായാണ് ഇമാക്കോൺ 25 സെമിനാർ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനമായിട്ട് ഫസ്റ്റ് ഡേയിൽ ടെക്നിക്കൽ സെഷൻസ് അവതരിപ്പിക്കുന്നത് ഒന്ന് IIM പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ രാജേശ്വരി, കോഴിക്കോട് NIT പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് ഷാഫി, കുസാറ്റിലെ പ്രൊഫസറും ഡയറക്ടറുമായിട്ടുള്ള ഡോക്ടർ ഹരീഷൻ രാമനാഥൻ, കുറ്റിപ്പുറം MES കോളേജിലെ ഡേറ്റാ സയൻസ് ഹെഡ് ഡോക്ടർ ഗോവിന്ദരാജ്, കോട്ടയം സെയിൻറ്റ് കിറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ഡോക്ടർ റോജി ജോർജ്. അതേപോലെ സെക്കൻഡ് ഡേയിൽ ഹോട്ടൽ ഹൈസൺ ഹെറിറ്റേജിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിൽ 2 ടെക്നിക്കൽ സെഷനാണ് ഉണ്ടാവുക. അതിൽ
ഒന്ന് IMKയിലെ ഹ്യൂമൻ റിസോഴ്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ TN കൃഷ്ണനും IMKയിലെ ഫിനാൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ക്വാംബർ അബീദി എന്നിവരാണ് HR ഫിൻടെക് മേഖലയിലെ ഡിജിറ്റൽ ഡിസ്റപ്ഷനെ കുറിച്ച് സംസാരിക്കുക. ഡിജിറ്റൽ ഡിസ്റപ്ഷനും മനുഷ്യബുദ്ധിയും പുതിയ മാനേജ്മെന്റ് സമവാക്യം എന്ന വിഷയത്തിലാണ് ദ്വിദിന സെമിനാർ സംഘടിപ്പിക്കുന്നത്. സെമിനാറിന്റെ ആദ്യ ദിനമായ ഡിസംബർ 17 രാവിലെ SNES ഇംസാർ ക്യാമ്പസിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 3 വേദികളിലായി നടക്കുന്ന സെമിനാറിൽ 40ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. രണ്ടാം ദിവസമായ ഡിസംബർ 18 ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് ഹൈസൺ ഹെറിറ്റേജ് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ടെക്നിക്കൽ സെഷനിൽ പ്രഗത്ഭർ സംസാരിക്കും. സമാപന സമ്മേളനത്തിൽ മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ MP അഹമ്മദ് മുഖ്യാതിഥിയാകും. തിരുവനന്തപുരം ടെക്നോ പാർക്ക് സ്ഥാപകനും CEOയുമായ G വിജയരാഘവൻ, മാതൃഭൂമി ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ PV നിതീഷ് തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ CMA സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീനാഥ് മൂർച്ചിലോട്ട്, CMA സെക്രട്ടറി രവി ചന്ദ്രശേഖർ, ഇംസാർ ഡയറക്ടർ ഡോക്ടർ സജി കുര്യാക്കോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി CRC സെന്ററിൽ ക്രിസ്മസ് നവവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ ജഡ്ജി RL ബൈജു ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ഭിന്നശേഷി കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും പുതുവസ്ത്രങ്ങളും മധുരപലഹാരങ്ങളും ബെഡ്ഷീറ്റുകളും വിതരണം ചെയ്തു. CRC ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കണ്ണൂർ ജില്ലാ ജഡ്ജി RL ബൈജു ഉദ്ഘാടനം ചെയ്തു. CRC ഡയറക്ടർ ഡോക്ടർ റോഷൻ ബിജ്ലി അധ്യക്ഷനായിരുന്നു. സൊസൈറ്റി ചെയർമാൻ CE ചാക്കുണ്ണി, ഡോക്ടർ കുഞ്ഞമ്മ തോമസ്, VS ലീലാമണി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ A ശിവശങ്കരൻ, സംഗീതജ്ഞൻ വിജയ് മോഹൻ, എഴുത്തുകാരി മഞ്ജു സാം തുടങ്ങിയവർ സംസാരിച്ചു. സൈനുദ്ദീൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഗാനാലാപനവും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അരക്കിണർ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ ക്ഷേത്ര മഹോത്സവം 6 ദിവസങ്ങളിലായി വിശേഷാൽ പൂജകളോടെയും ചടങ്ങുകളോടെയും നടന്നു. എഴുന്നള്ളിപ്പിൽ വാദ്യമേളങ്ങളും താലപ്പൊലിയും അണിനിരന്നു. പ്രസാദ ഊട്ടിലും ചടങ്ങുകളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. അരക്കിണർ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നുവരികയാണ്. ഇതോടനുബന്ധിച്ചാണ് ക്ഷേത്ര മഹോത്സവവും കൊടിയേറുന്നത്. ഉത്സവ ചടങ്ങുകൾക്കും കൊടിയേറ്റത്തിനും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പാതിരിശ്ശേരി ശ്രീകുമാർ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 6 ദിവസങ്ങളിലായി വിവിധ പൂജാതി കർമ്മങ്ങളോടെയാണ് ക്ഷേത്ര മഹോത്സവം നടക്കുന്നത്. ഉത്സവാഘോഷ എഴുന്നള്ളിപ്പ് മംഗലശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. ചെണ്ടമേളം, പഞ്ചവാദ്യം, കലാരൂപങ്ങൾ എന്നിവ അണിനിരന്നു. ആചാര്യവരണം, ശ്രീഭൂതബലി, ഗണപതി ഹോമം, ശീവേലി തുടങ്ങിയ ചടങ്ങുകളും ആധ്യാത്മിക പരിപാടികളും കലാപരിപാടികളും ഉത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറി. ആറാട്ടുബലിക്കും പറയെടുപ്പിനും ശേഷം ഉത്സവം കൊടിയിറക്കി. ഭക്തർക്കായി പ്രസാദ ഊട്ടും ഒരുക്കിയതോടെ ക്ഷേത്രോത്സവ പരിപാടികൾ സമാപിച്ചു. ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഭഗവാനെ ദർശിക്കാനുമായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷ ചായ. ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് ചെയ്യാൻ ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പെരുവയലിലെയും സമീപ പ്രദേശങ്ങളിലെയും കായിക പ്രതിഭകളെ അണിനിരത്തി 8ാമത് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് പെരുവയലിൽ തുടക്കമായി. ടൂർണമെന്റിന് മുന്നോടിയായുള്ള താരലേലം പെരുവയലിൽ നടന്നു. വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് മികച്ച അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിന്റെ മുന്നോടിയായി ടീമുകളുടെ താരലേലം പെരുവയൽ ടർഫ് കോർട്ടിൽ നടന്നു. പ്രാദേശിക ക്ലബ്ബുകളെയും കളിക്കാരെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ ടൂർണമെന്റ് 8ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഡിസംബർ 25-ാം തീയതി മുതൽ 29-ാം തീയതി വരെയാണ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് അരങ്ങേറുന്നത്. രാഷ്ട്രീയത്തിനതീതമായി പെരുവയലിലെ ഒരു കൂട്ടം യുവജനങ്ങളാണ് ഈ ടൂർണമെന്റിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പ്രീമിയർ ലീഗ് 2025 സീസൺ 8 ഈ വരുന്ന ഡിസംബർ മാസം 25 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ടീമുകളുടെ ലേലമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടീം ലേലം. വളർന്നു വരുന്ന കളിക്കാരെ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പെരുവയൽ പ്രീമിയർ ലീഗ് എന്ന പേരിൽ ഞങ്ങൾ ഈ പരിപാടി തുടങ്ങി വെച്ചിട്ട് ഇത് 8ാമത്തെ വർഷമാണ്. വളർന്നു വരുന്നവർക്ക് ടൂർണമെന്റ് കളിച്ച് അവസരങ്ങൾ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങി വെച്ച ഈ ഒരു പരിപാടിയിൽ ഒട്ടനവധി കളിക്കാരെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പെരുവയലിലെ കലാ, കായിക, സാംസ്കാരിക, സാമൂഹ്യ, സന്നദ്ധ, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും വ്യാപാരികളും ടൂർണമെന്റുമായി സഹകരിക്കുന്നുണ്ട്. പ്രാദേശിക ഫുട്ബോൾ രംഗത്തിന് ഇത് വലിയ ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മാവൂർ. ഡോക്ടർ ജിതിൻ ലാൽ വിജയുടെ നോവൽ ബാങ്കോക്ക് സൂര്യൻ പ്രകാശനം ചെയ്തു. കവി PK ഗോപിയിൽ നിന്നും എഴുത്തുകാരനും മുൻ MLA-യുമായ പുരുഷൻ കടലുണ്ടി പുസ്തകം ഏറ്റുവാങ്ങി. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി സീനിയർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ജിതിൻ ലാൽ വിജയുടെ നോവൽ ബാങ്കോക്ക് സൂര്യൻ കവി PK ഗോപി എഴുത്തുകാരനും മുൻ MLA-യുമായ പുരുഷൻ കടലുണ്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു. പുസ്തകവും കൊണ്ട് പ്രത്യക്ഷപ്പെടാൻ തോന്നുകയാണ്. ഈ പള്ളിയിൽ ഇന്നലെ രാത്രി സുഖമായി ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ബാങ്കോക്കിലെ സൂര്യൻ്റെ കഠിനമായ ചൂടിൽ വെന്തുരുകുകയായിരുന്നു എന്നതാണ് ശരി. പുസ്തകം വായിക്കാതെ പുസ്തകം പ്രകാശനം ചെയ്യരുത് എന്ന ഒരു നിർബന്ധം വിനയപൂർവ്വം മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ട് ഞാൻ ഡോക്ടർ ജിതിൻ ലാലിനോട് പറഞ്ഞു, എനിക്ക് പുസ്തകം എത്തിച്ചു തരണം. എനിക്ക് നേരത്തെ എൻ്റെ PDF തന്നിരുന്നു. പക്ഷെ അതിനേക്കാൾ നല്ലൊരു പുസ്തകം അതിൻ്റെ ഗന്ധം അറിഞ്ഞ് ഇഷ്ടത്തോടു കൂടി തുറന്ന് വായിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അല്ലാത്തൊരു സ്വാതന്ത്ര്യം, ഒരനുഭവമാണത്. വാക്ക് തെറ്റിച്ചില്ല. അദ്ദേഹം പുസ്തകം കൊണ്ടു തന്നു. രാത്രി തിരക്കിട്ട ഒരു രാത്രിയായിരുന്നു ഇന്നലെ. അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കളെ വിളിക്കാനുണ്ടായിരുന്നു, വാർത്താമാധ്യമങ്ങളെ കാണാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പുസ്തകം കൊണ്ടു തന്നു. ഞാൻ വാക്ക് തെറ്റിച്ചില്ല. ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് ഒരാസ്വാദനം എഴുതിയിട്ടുണ്ട്. എല്ലാം വായിച്ചതിന് ശേഷം തന്നെ എഴുതിയിട്ടുണ്ട്. ഉറക്കം നമ്മുടെ ഒരു സ്വകാര്യ അല്ലേ, നമ്മുടെ സ്വകാര്യമാണ്. ഉറങ്ങുന്നോ ഇല്ലയോ എന്നൊക്കെയുള്ളത്.
പക്ഷേ പൊതുജനങ്ങളുടെ മുമ്പിൽ സമൂഹത്തിൽ സംസാരിക്കാൻ വരുമ്പോൾ അടിമുടി ആത്മാർത്ഥത ഭാഷയെ മനോഹരമാക്കണം. അത് നമ്മുടെ ഒരു ചുമതലയാണ്, മൗലികമായ കടമയാണ് അത്. എം രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. VC പ്രമോദ് കുമാർ പുസ്തകം പരിചയപ്പെടുത്തി. ഡോക്ടർ മഹ്റൂഫ് രാജ്, രമേശ് കാവിൽ, സായൂജ് ബാലുശ്ശേരി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പെരുവയലിൽ UDFന് ഭരണ തുടർച്ച. പെരുവയൽ 7ാം വാർഡിൽ AP ബുഷറയും 8ാം വാർഡിൽ സുബിത തോട്ടാഞ്ചേരിയും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF തകർപ്പൻ വിജയം നേടി ഭരണ തുടർച്ച ഉറപ്പിച്ചു. തുടർച്ചയായ ഭരണം നിലനിർത്താൻ സാധിച്ചത് പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഒരു കാരണവശാലും കോട്ടകൾ വിട്ടുകൊടുക്കില്ലെന്ന UDF പ്രവർത്തകരുടെ ഉറച്ച തീരുമാനം ഫലപ്രാപ്തിയിൽ എത്തുകയായിരുന്നു. UDFന് ആവേശകരമായ വിജയം സമ്മാനിച്ച വാർഡുകളിൽ പ്രധാനപ്പെട്ടവയാണ് 7ഉം 8ഉം വാർഡുകൾ. 7ാം വാർഡിൽ AP ബുഷ്രയും 8ാം വാർഡിൽ സുബിത തോട്ടഞ്ചേരിയും മികച്ച ഭൂരിപക്ഷത്തോടെയാണ് വിജയം നേടിയത്. വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ഇരു സ്ഥാനാർത്ഥികളും നേടിയ മികച്ച വിജയം UDF ക്യാമ്പിൽ ആഹ്ലാദ തിമിർപ്പിന് വഴിയൊരുക്കി. വിജയത്തിന് പിന്നാലെ നടന്ന ആഹ്ലാദ പ്രകടനങ്ങൾ പെരുവയൽ അങ്ങാടിയിൽ ഉത്സവ പ്രീതി ഉണർത്തി. വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച AP ബുഷ്രയും സുബിത തോട്ടഞ്ചേരിയും ആഹ്ലാദ പ്രകടനത്തിനിടയിൽ പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്നേഹവും സന്തോഷവും പങ്കുവച്ചു. തങ്ങൾക്ക് വോട്ട് നൽകി വിജയിപ്പിച്ച പ്രിയപ്പെട്ടവർക്ക് അവർ കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്നും മികച്ച പ്രവർത്തനങ്ങളിലൂടെ പഞ്ചായത്തിന്റെ വികസനത്തിനായി നിലകൊള്ളുമെന്നും ജനങ്ങളെ സേവിക്കുമെന്നും വിജയികൾ ഉറപ്പു നൽകി. പെരുവയലിൽ UDF കാഴ്ചവെച്ച സംഘടിതമായ പ്രവർത്തനമാണ് ഈ ഭരണ തുടർച്ചയ്ക്ക് പിന്നിലെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശയപരമായി യോജിക്കുന്നവരെ ഉൾപ്പെടുത്തി UDF അടിത്തറ വർദ്ധിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. നന്മയുള്ള ലോകത്തിനായി ഒരുമിച്ച് മുന്നേറണമെന്ന് ഫലസ്തീൻ അംബാസഡർ അബ്ദുള്ള മുഹമ്മദ് അബു ഷാവേഷ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ഇമാക്കോൺ 25 ദേശീയ സെമിനാർ 17നും 18നും കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.